എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് ആസിഫ് അലീൻ്റെ പുതിയ സിനിമയായിട്ടുള്ള കിഷ്കിന്ദ കാണ്ഡം, അതിൻ്റെ കുറച്ച് ചെറിയ രീതിയിൽ റിവ്യൂ പറയാൻ വേണ്ടിയിട്ടാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പടം ഞാൻ കണ്ടിട്ട് ഒരാഴ്ചേൻ്റെ അടുത്തായി. നന്നായിട്ട് ലേറ്റായിട്ടാണ് ഈ റിവ്യൂ ഇടുന്നത്. പടം കാണുന്ന ഫസ്റ്റ് ഡേ ഇടുന്നതാണ് പതിവ്. ഇപ്രാവശ്യം ഞാനത് തെറ്റിച്ചു. കുറച്ച് ദിവസങ്ങളായിട്ട് പടങ്ങളൊന്നും അല്ലെങ്കിൽ റിവ്യൂസൊന്നും നമ്മൾ ഇടാറുണ്ടായിരുന്നില്ല. ഓരോ തിരക്കിലായിപ്പോയി, അതുകൊണ്ടാണ്. അപ്പം നമ്മളിത് പറയണമെന്ന് തോന്നി, നിങ്ങളോട് ഇത് ഷെയർ ചെയ്യണമെന്ന് എനിക്ക് തീർച്ചയായിട്ടും തോന്നി. നിങ്ങൾ പടം കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും തിയേറ്ററിൽ പോയിട്ട് ആ പടം ഒന്ന് കാണണം. കാര്യം എന്ന് പറഞ്ഞാൽ മലയാള സിനിമ ഈ അടുത്ത കാലത്തൊന്നും ഇങ്ങനൊരു കഥയോ ഇതേപോലൊരു രീതിയിലോ പടം പോയിട്ടില്ല. ഇങ്ങനൊരു പടം വന്നിട്ടില്ല ഈ അടുത്ത കാലത്ത് എവിടെയും. ലോ ബഡ്ജറ്റിൽ ഇറങ്ങിയ പടമാണെങ്കിൽ തന്നെ, ലോ ബഡ്ജറ്റ് എന്ന് പറയുന്നത് നല്ല രീതിയിൽ തന്നെ എല്ലാ കാര്യങ്ങളും അവർ ചെയ്തിട്ടുണ്ട്. ആസിഫിയുടെ അഭിനയം എടുത്ത് പറയേണ്ടി വരും. അതിനെക്കാട്ടി ഉപരി വിജയരാഘവൻ്റെ അഭിനയം, അത് ഒന്നൊന്നര അഭിനയമായിട്ട് തന്നെ കാണേണ്ടി വരും. കാര്യം ഓരോ വ്യത്യസ്ത തലങ്ങളിലും ഓരോരോ മൊമെൻറ്റ്സുകളും അല്ലെങ്കിൽ ഓരോരോ സംഭവങ്ങളും അതിൻ്റേതായിട്ടുള്ള യോജിച്ച രീതിയിൽ തന്നെ നല്ല രീതിയിൽ തന്നെ വിജയരാഘവന് കൊണ്ടുപോകാൻ സാധിച്ചിട്ടുണ്ട് ഈ പടത്തിൽ. ആസിഫ് അലി ആയാലും നിർണായക ഘട്ടങ്ങളിലുള്ള ഇമോഷൻ മൊമെൻറ്റ്സ് ആയാലും കാര്യങ്ങളായാലും അതിഗംഭീരമായിട്ട് തന്നെ ഈ പടത്തിൽ കൊണ്ടുപോയിട്ടുണ്ട്. പ്രത്യേകിച്ച് എടുത്ത് പറയാനുള്ള സ്ക്രീൻ പ്ലേൻ്റെ കാര്യങ്ങൾ, സൗണ്ട്, ക്യാമറ, എല്ലാ കാര്യങ്ങളും എടുത്തു പറയേണ്ടി വരും. അത്ര അതിമനോഹരമായിട്ട് തന്നെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഈ പടത്തിനെ പറ്റിയിട്ട്. അതിഗംഭീരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വല്ലപ്പോഴും ഒരിക്കൽ സംഭവിക്കാവുന്ന സിനിമകളിൽ ഒന്ന് ആണ് ഈ സിനിമ. കാരണം എല്ലാ സിനിമകളിലും വ്യത്യസ്തമായിട്ട് ഒരു ചെറിയ പടമാണെങ്കിൽ പോലും എല്ലാ രീതി കാര്യങ്ങളും ഉദ്ദേശിച്ചിട്ടുള്ള ഒരു നല്ലൊരു മലയാളം പടം എന്ന് നമുക്ക് ഇതിനെ പറയേണ്ടി വരും. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്കത് നിങ്ങളുടെ മുന്നിലേക്ക് വരാനും ഈ വോയിസ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പറയാൻ താല്പര്യപ്പെടുന്നത്. എന്താണെന്ന് വെച്ചാൽ കാണാത്തവരാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും പോയിട്ട് ഈ പടം കാണണം. അതും തിയേറ്ററിൽ തന്നെ പോയി കാണണം. എന്നാൽ മാത്രമേ നമുക്ക് ആ ഫീല് ആ പടത്തിൽ നിന്ന് കിട്ടുള്ളൂ. കുറച്ച് ദിവസമായി ഞാൻ ഒരാഴ്ച എൻ്റെ അടുത്തായി. എനിക്ക് അതിൻ്റെ ഒരു മൂവിയുടെ ഒരു ഇത് പോകുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കിഷ്കിന്ദ കാണ്ഡം എന്ന് പറയുന്ന മൂവിയുടെ ഒരു ഫീൽ ഉണ്ടല്ലോ, നമുക്ക് തരുന്ന മൂവിയുടെ ഒരു ഫീൽ, ആസിഫ് അലി തന്നൊരു ഫീല്, ആ ഫീല് നമ്മളെ വീട്ടിൽ പോയിട്ടില്ല. ഒരു പടം എന്നുള്ള സമയത്ത് അത് 100% ആസിഫ് അലിയുടെ ഒരു വിജയം തന്നെയാണ്. വിജയരാഘവൻ്റെയും ആസിഫ് അലിയുടെ ഫുൾ ടീമിൻ്റെ ക്രൂവിൻ്റെ വിജയമാണ് ആ പടം. തീർച്ചയായിട്ടും നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് തിയേറ്ററിൽ പോയി കാണാൻ പറ്റുന്ന, ഫാമിലി ആയിട്ട് പോയി കാണാൻ പറ്റുന്ന മസ്റ്റ് മൂവി ആണ് കിഷ്കിന്ദ കാണ്ഡം. അപ്പോൾ ശരി, ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ബൈ.